പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഈ പറയുന്ന പോലെ ഇറാൻ US-നിടയിൽ മധ്യസ്ഥ പദവി വഹിച്ചതാണ് പാകിസ്ഥാൻ. അത് ഈ ഞാൻ തന്നെ എല്ലാം ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ചാടി ഇറങ്ങി പേരെടുക്കാൻ വേണ്ടി നോക്കിയതാണ്. ഇപ്പോൾ ഫലത്തിൽ മധ്യസ്ഥനായിട്ടുള്ള പാകിസ്ഥാൻ ഇപ്പോൾ പുലിവാല് പിടിച്ചൊരവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. അതായത് ഈ ചില ആൾക്കാർ എത്ര തന്നെ തേച്ചാലും എനിക്ക് യഥാർത്ഥ സ്വഭാവം പുറത്തു വരും എന്നൊരു കഥ കേട്ടിട്ടില്ലേ? അപ്പോൾ അതേപോലെ ഇവർ ഈ പറയുന്ന രീതിയിൽ ഇറങ്ങിയിട്ട് ഇറാൻ്റെ കുറേയധികം വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ തന്നെ എന്നാണ് പറയുന്നത്, ഇവരുടെ ഒരു പാകിസ്ഥാൻ്റെ തന്നെ ഒരു എയർപോർട്ടിൽ സംരക്ഷണം നൽകേണ്ട ഒരു അവസ്ഥയുണ്ടായി. അതായത് നൂർഖാൻ എയർപോർട്ടിൽ, വിമാനത്താവളത്തിൽ പാകിസ്ഥാന് സംരക്ഷണം നൽകേണ്ടി വന്നു. അത് ശരിക്കും US-നെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്താണ് ഇതിലെ സത്യാവസ്ഥ? കേട്ടത് സത്യമാണ്. പാകിസ്ഥാനെ നമ്പിനാൽ നമ്പിനെ ഉജ്ജ്വലമായി പ്രകടനം, അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇത് നടക്കുന്നത് ഇപ്പോഴൊന്നും അല്ല ചേട്ടാ. ഇത് ഏപ്രിൽ 11-12 തീയതികളിൽ നടന്ന ഒരു സംഭവമാണ്. അന്നാണ് ഈ പാകിസ്ഥാനിലേക്ക് ഇറാൻ്റെ പ്രതിനിധി സംഘം അവരുടെ സ്പീക്കറിൻ്റെ നേതൃത്വത്തിൽ വരുന്നത്. ആ സമയത്ത് ഈ പാകിസ്ഥാനിലേക്ക് ഇറാൻ്റെ 4 വിമാനങ്ങൾ വന്നു എന്നുള്ളതാണ് ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറിലെ രേഖ. ഈ തന്ത്രപ്രധാന വിമാനങ്ങൾക്ക് ഈ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ അതേപോലുള്ള ഇതുണ്ടല്ലോ, നമ്മുടെ ഈ റഡാർ സംവിധാനങ്ങളിൽ സിഗ്നൽ ഓഫ് ചെയ്ത് വെക്കുക, ബ്രോഡ്കാസ്റ്റ് എന്ന് പറയും. ഏതെങ്കിലും വിമാനം കടന്നു പോകുമ്പോൾ ഫ്ലൈറ്റ് ട്രാക്കിംഗ് റെക്കോർഡ്, ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി, ഈ ട്രാക്കിംഗ് റെക്കോർഡ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അതിപ്പോൾ നമുക്ക് ആ ഒരു സൈറ്റിൽ കയറിയാൽ നമുക്ക് വേണമെങ്കിലും നിരീക്ഷിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അങ്ങനെ റെക്കോർഡുകൾ പ്രകാരം ഔദ്യോഗികമായിട്ട് 4 വിമാനങ്ങളാണ് ഇറാൻ്റെ വന്നേക്കുന്നത്. പക്ഷേ അങ്ങനെ രേഖപ്പെടുത്താത്ത ചില വിമാനങ്ങളും ഇറാൻ്റെ പാകിസ്ഥാനിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പുതിയ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇനി ഈ വന്ന് കയറിയ സ്ഥലവും നിർണായകമാണ്. ഈ നൂർഖാൻ എയർബേസ് എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ VVIP എയർബേസാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയോ ഉന്നത സൈനിക മേധാവികളോ വിദേശത്തേക്ക് പോകുമ്പോൾ അവരുടെ സുരക്ഷയും മറ്റു കാര്യങ്ങളും ഒക്കെ, അതായത് അവരുടെ വിമാനം പുറപ്പെടുന്നതും വന്നിറങ്ങുന്നതുമൊക്കെ ഈ നൂർഖാൻ എയർബേസിലാണ്. അപ്പോൾ അതിനൊരു പേര് വരെയുണ്ട്. അതിൻ്റെ പേര് ഇവരുടെ 12ാമത് സ്ക്വാഡ്രൺ അത് 12ാമത് സ്ക്വാഡ്രൺ എന്ന് പറയുന്നത് VVIP പ്രോട്ടോകോൾ പാലിക്കുന്ന വിമാനങ്ങൾ ഉള്ള സംഗതിയാണ് ഇവിടെ ഉള്ളത്. ഇതുകൂടാതെ ഈ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യ ഏറ്റവും വലിയ നാശനഷ്ടം ഉണ്ടാക്കിയ എയർബേസുകളിൽ ഒന്നുകൂടിയാണ് ഈ നൂർഖാൻ എയർബേസ്. അപ്പോൾ അതിന് കാരണമുണ്ട്. അവരുടെ ഈ പാകിസ്ഥാൻ്റെ സ്ട്രാറ്റജിക് പ്ലാൻസ് ഡിവിഷനും കമാൻഡ് സെൻറ്ററും, ഈ സ്ട്രാറ്റജിക് പ്ലാൻസ് ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആണവ ആയുധങ്ങളടക്കം അതിൻ്റെ ലോഞ്ച് അടക്കമുള്ള കാര്യങ്ങൾ, അത് ഈ നൂർഖാൻ എയർബേസിൽ നിന്ന് കൃത്യം 1 കിലോമീറ്റർ മാത്രം അകലെയാണ്. പിന്നെ കമാൻഡ് സെൻറ്റർ, അതായത് ആണവാക്രമണം നടത്തണോ വേണ്ടയോ അതുമായി ബന്ധപ്പെട്ടുള്ള ഈ ഇതുണ്ടല്ലോ ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളല്ല, അതെല്ലാം ഈ നൂർഖാൻ എയർബേസിലാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് വളരെ തന്ത്രപ്രധാനമായ ഒരു സംഗതി കൂടിയാണ്. പിന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാനിലുള്ള ഒരു ഡിഫൻസ് അനലിസ്റ്റ് നടത്തിയ ഒരു വെളിപ്പെടുത്തലുണ്ട്. ഈ നൂർഖാൻ എയർബേസ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ അമേരിക്കയുടെ അണ്ടറിലുള്ള ഒരു സംഗതിയാണ്. അവിടെ അമേരിക്കൻ സൈന്യമാണ് അതിൻ്റെ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്, നിയന്ത്രിക്കുന്നത്. പാകിസ്ഥാൻ്റെ സൈനിക മേധാവികൾക്ക് നേരിട്ട് അവിടെ ആക്സസ് പോലും ഇല്ല എന്ന് പറഞ്ഞ ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ ആക്രമണം നടത്തിയതിന് ശേഷം അവിടെ വലിയ രീതിയിലുള്ള പുനർനിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പും അതിന് ശേഷവുമുള്ള സാറ്റലൈറ്റ് ഇമേജുകൾ ഇന്ത്യ പുറത്തുവിട്ടിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ ഉണ്ടായ നാശനഷ്ടങ്ങളൊക്കെ പുറം ലോകം അറിയുകയും ചെയ്തു. പക്ഷെ ഇപ്പോൾ ഒരുപാട് പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങും. ഒരുപാട് ഹാങ്കറുകൾ എന്ന് വെച്ചാൽ വിമാനങ്ങൾ കയറ്റി ഇടാൻ പറ്റുന്ന ഷെഡുകൾ പുതിയതായിട്ട് അപ്പോൾ അത് നിർമ്മിക്കുന്നതിൻ്റെ ഉദ്ദേശം ഈ സാറ്റലൈറ്റുകൾ വഴി ഇത് നിരീക്ഷിക്കാൻ പറ്റില്ല, അതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ട് എന്ന് പറ്റില്ല. അപ്പോൾ ഇതില്ലാതെ പുറത്ത് കിടന്ന ചില വിമാനങ്ങളുടെ ദൃശ്യങ്ങൾ അമേരിക്കയിലുള്ള ഒരു ഇന്റലിജൻസ് ഏജൻസി അവർ പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം ഈ ഒരു നമ്മുടെ അമേരിക്കയിൽ തന്നെ ഉള്ള ഒരു സെനറ്റർ, അദ്ദേഹത്തിൻ്റെ പേര് ലിൻസേ ഗ്രാൻഡം എന്നാണ്, റിപ്പബ്ലിക്കൻ സെനറ്ററാണ്. അതായത് ഭരണകക്ഷിയായ ട്രംപിൻ്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു മുതിർന്ന നേതാവ്. അദ്ദേഹം സെനറ്റിൽ ഈ വിഷയം ഉന്നയിക്കുകയാണ്. അതായത് പാകിസ്ഥാൻ ഇറാൻ്റെ വിമാനങ്ങൾ സംരക്ഷിക്കുന്നു,
ഇതേ പാകിസ്ഥാനെയാണ് നമ്മൾ വിശ്വസിച്ച് ഈ മധ്യസ്ഥ ചർച്ചകളിൽ ഇടനിലക്കാരനാക്കി വെച്ചേക്കുന്നത്. അങ്ങനെയുള്ള രാജ്യത്തിനെ എന്ത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ട്രംപെ നിങ്ങൾ മധ്യസ്ഥ ചർച്ചയ്ക്ക് വിളിച്ചത്? ഇങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു രാജ്യത്തെ മറ്റൊരു ഇടനിലക്കാരനെ അന്വേഷിക്കേണ്ട സമയമാണ്. അപ്പോൾ ഇതിനൊന്നും എന്ത് അടിസ്ഥാനത്തിലാണ് തൃപ്തികരമായ മറുപടി ഒന്നുമില്ല. ഇനി ഈ പറയുന്ന ആരോപണത്തിൽ കഴമ്പുണ്ടോ എന്ന് നോക്കണമല്ലോ. ഇത് ആർക്ക് വേണമെങ്കിലും ഒരു ആരോപണം ഉന്നയിക്കാം. ഈ പറയുന്ന തരത്തിൽ ഒരു സാറ്റലൈറ്റ് ഇമേജ് വേണമെങ്കിൽ വ്യാജമായി സൃഷ്ടിക്കുകയും ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ആധികാരികത പരിശോധിക്കുമ്പോൾ ഈ ആരോപണം വെറും ഒരു ആരോപണമല്ല, അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ പറയുന്നത് ഏപ്രിൽ 11, 12 തീയതികളിൽ നടന്ന സംഭവം ഞാൻ പറഞ്ഞു. അന്നാണ് ഈ ഇറാനിൽ നിന്നുള്ള ആദ്യത്തെ പ്രതിനിധി സംഘം വന്നത്. അവരുടെ കൂട്ടത്തിൽ വന്നവർ 4 വിമാനങ്ങളിലാണ് വന്നതെന്ന് പറയുന്നു. ആ 4 വിമാനങ്ങൾ വന്നതിൽ 2 വിമാനങ്ങൾ തിരിച്ചു പോയതായിട്ട് രേഖകളുണ്ട്. ഈ ഫ്ലൈറ്റ് ഡാറ്റ ഇതുണ്ടല്ലോ, ഇത് വെച്ച് രേഖകളുണ്ട്. 2 വിമാനങ്ങൾ പോയിട്ടില്ല. ആ 2 വിമാനങ്ങൾ മനസ്സിലാക്കുന്നത് അവരുടെ ഈ മെറാജ് എന്ന് പറയുന്ന ഇറാൻ്റെ ഒരു വിമാന കമ്പനിയുണ്ട്. നമ്മുടെ നാട്ടിലിപ്പോൾ ഇന്ത്യൻ എയർലൈൻസ് എന്നൊക്കെ പറയുന്നത് പോലെ യാത്രാ വിമാന കമ്പനി. അവരുടെ 2 വിമാനങ്ങൾ മടങ്ങിപ്പോയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ സാറ്റലൈറ്റ് ഇമേജുകൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ നിരീക്ഷിക്കുമ്പോൾ ഇതിലൊന്നുമില്ലാത്ത മറ്റൊരു സംഗതി C-130 എന്ന് പറയുന്ന ഒരു വിമാനം. അതൊരു സൈനിക വിമാനമാണ്, ഒരു ചരക്ക് വിമാനമാണ്. അപ്പോൾ അനലിസ്റ്റുകൾ പറയുന്നത് അവിടെ ഈ ഇമേജുകളിൽ കാണപ്പെടുന്ന ഈ C-130 എന്ന് പറയുന്ന വിമാനം വാസ്തവത്തിൽ അതൊരു ചരക്ക് വിമാനമല്ല, അതൊരു ചാര വിമാനമാണ്. അതായത് ഇന്റലിജൻസ് ഗ്യാതറിങ്ങിന് ഉപയോഗിക്കുന്ന, നിരീക്ഷണ പറക്കലുകളൊക്കെ നടത്തി കാര്യങ്ങളൊക്കെ നോക്കുന്ന വിമാനം, ചാരപ്പണി ചെയ്യുന്ന വിമാനം. അപ്പോൾ ഇത് ഇറാന്റെ തന്നെ ആണ് എന്ന് മനസ്സിലാക്കാൻ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഈ വിമാനങ്ങൾ ഓരോ രാജ്യങ്ങളും പ്രത്യേക നിറങ്ങൾ ആ വിമാനത്തിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിന് കാമഫ്ലോഗ് എന്നാണ് ഒരു ടെക്നിക്കൽ പറയുക. നമ്മുടെ ഓന്തിന്റെ സ്വഭാവം, സാഹചര്യങ്ങൾ എന്താണോ അതിനനുസരിച്ചുള്ള നിറം അണിയുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഈ നൂർഖാൻ എയർബേസിൽ കണ്ട ഈ C-130 എന്ന് പറയുന്ന വിമാനം ഇറാൻ കൈവശം വച്ചിരിക്കുന്ന വിമാനങ്ങളുടെ അതേ കളർ പാറ്റേൺ ഫോളോ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന ഇതേ വിമാനം 2011 ഇതേപോലെ ഒരു കളർ പാറ്റേണുള്ള വിമാനം പാകിസ്ഥാന്റെ ഈ നൂർഖാൻ എയർബേസിൽ ഉള്ളതായിട്ട് പഴയൊരു ചിത്രമുണ്ട്. പക്ഷേ അതിനുശേഷം ഈ വിമാനത്തിന് നിറം മാറ്റിയതാണോ അങ്ങനെ, അല്ലെങ്കിൽ പാകിസ്ഥാൻ എയർഫോഴ്സ് ഇത്തരത്തിലുള്ള കളറുകൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നത് സംബന്ധിച്ച് യാതൊരു രേഖയില്ല. അപ്പം മനസ്സിലാക്കേണ്ടത് ഈ ഇറാന്റെ വിമാനങ്ങൾ അല്ലാത്തപ്പോഴും ഇവിടെ വന്നിട്ടുണ്ട്. ഇറാനും പാകിസ്ഥാനുമായിട്ട് വലിയ രീതിയിലുള്ള സഹകരണവും പരസ്പര സഹകരണമുള്ള 2 രാജ്യങ്ങൾ. ഒരു കാര്യം കൂടി ആ കാര്യത്തിൽ ഓർക്കണം. ഈ ഇസ്രയേൽ അമേരിക്ക ആദ്യം ഒരു യുദ്ധം നടത്തിയായിരുന്നല്ലോ, ഒരു 12 ദിവസം മാത്രം നീണ്ടുന്നത്. അപ്പൊ ഇറാന്റെ ഭരണാധികാരിയാണോ അവിടുത്തെ സൈനിക കമാൻഡറാണ്, ഞാൻ ഓർക്കുന്നില്ല, സൈനിക കമാൻഡറാണെന്ന് തോന്നുന്നു. അവര് ഇസ്രയേലിന് ഒരു ഭീഷണി കൊടുത്തിരുന്നു. ഞങ്ങളുടെ കയ്യിൽ ആണവ ബോംബൊന്നുമില്ല, പക്ഷെ ഞങ്ങൾക്ക് വേണ്ടി പാകിസ്ഥാൻ നിങ്ങളുടെ രാജ്യത്ത് വന്ന് ആണവ ബോംബ് ഇടും, അങ്ങനെ പറഞ്ഞിരുന്നു. അപ്പൊ അത്രയ്ക്ക് വലിയ സൗഹൃദമുള്ള രാഷ്ട്രമാണ് ഇറാനും പാകിസ്ഥാനും. അപ്പൊ അങ്ങനെയുള്ള പാകിസ്ഥാനാണ് ഞങ്ങൾ മധ്യസ്ഥ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് വേദി ഒരുക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ട്രംപിനെയും കൂട്ടരേക്ക് വിളിച്ചു വരുത്തി. അപ്പൊ ഒരു വട്ട ചർച്ചകൾ നടന്നു. അതില് ഈ ഇറാന്റെ സ്പീക്കറും പ്രതിനിധികളൊക്കെ വന്നു. നമ്മുടെ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസും ട്രംപിന്റെ സ്വന്തം മരുമകൻ കുഷ്ണർ അടക്കം വന്നു. 2ാം വട്ട ചർച്ചകൾക്ക് തീയതിയും നാളും ഒക്കെ കുറിച്ചിരുന്നു, പക്ഷേ അത് നടന്നില്ല. അതിന് കാരണം ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി അവിടെ നേരിട്ട് വന്നു. അപ്പോൾ അദ്ദേഹം വന്ന വിമാനവും ഇതേപോലൊരു മിറാജ് വിമാനത്തിൽ, അതായത് അവിടുത്തെ വിമാന കമ്പനിയുടെ വിമാനത്തിൽ വന്നതും മടങ്ങിപ്പോയതിനും രേഖയുണ്ട്. മനസ്സിലായി. ഈ വിമാനങ്ങൾ ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നൂർഖാൻ എയർബേസിൽ പുതിയ ഹാങ്ങറുകളൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇനി എന്തുകൊണ്ട് പാകിസ്ഥാനെ ഇറാൻ ഇത് തെരഞ്ഞെടുക്കുന്നു എന്നുള്ളത് ചോദ്യമാണല്ലോ. വേറെ എത്രയോ രാജ്യങ്ങളുണ്ട്, ഇറാനുമായിട്ട് സൗഹൃദ രാഷ്ട്രങ്ങൾ വേറെ എത്രയോ ഉണ്ട്. അതിന് കാരണം ഈ ഇറാന്റെ കൈവശമുള്ള യുദ്ധവിമാനങ്ങൾ അല്ലെങ്കിൽ സൈനിക വിമാനങ്ങൾ ഏറെയും അമേരിക്കൻ നിർമ്മിത വിമാനങ്ങളാണ്. ഇപ്പോൾ 2 ശത്രു രാജ്യങ്ങളാണെങ്കിലും ഒരു കാലത്ത് ഈ 2 രാജ്യങ്ങളും ചങ്ങാത്തത്തിലായിരുന്നു. 1970-കൾക്ക് മുമ്പിൽ, അതായത് അവിടുത്തെ രാജഭരണം, അതായത് ഷാ പെഹ്ലാവി എന്ന് പറയുന്ന രാജാവാണ് അവിടെ ഭരിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹത്തെ
ഇസ്ലാമിക വിപ്ലവത്തിലൂടെ പുറത്താക്കിയാണ് ഇസ്ലാമിക ഭരണകൂടം അവിടെ വന്നത്. ഈ പറയുന്ന ഖമനയും ടീമും ഒക്കെ വന്നത് അതിനുശേഷമാണ് അമേരിക്കൻ വിരുദ്ധ നിലപാടുകളൊക്കെ തുടങ്ങിയത്. അപ്പൊ ഈ ഷാ ഭരണകൂടം ഉണ്ടായിരുന്ന കാലത്ത് അമേരിക്കയുമായിട്ട് വലിയ സൗഹൃദമായിരുന്നു. അമേരിക്ക യഥേഷ്ടം ഇവിടുന്ന് ക്രൂഡ് ഓയിൽ കൊണ്ടുപോയിരുന്നു. അപ്പൊ പകരമായിട്ട് അമേരിക്ക ഈ ക്രൂഡ് ഓയിലിന് പകരമോ അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കരാറിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് വിമാനങ്ങൾ ഇവർക്ക് കൊടുത്തിരുന്നു, യുദ്ധവിമാനം. അത് ഇപ്പോ കാലഹരണപ്പെട്ടതാണ്. F4 ഫാൻഡം എന്ന് പറയുന്ന ഒരു 63 വിമാനങ്ങൾ കൊടുത്തു. നിലവിൽ അത് എത്ര എണ്ണം ഉണ്ടെന്ന് അറിയില്ല. F5 ഒരു 50 എണ്ണം കൊടുത്തിരുന്നു. അതും ഇപ്പൊ എത്ര എണ്ണം സർവീസിലുണ്ടെന്ന് അറിയില്ല. F14 എന്ന് പറയുന്നൊരു വിമാനം 41 എണ്ണം കൊടുത്തു. പിന്നെ റഷ്യയുടെ കയ്യിൽ നിന്നും, റഷ്യയും സൗഹൃദ രാഷ്ട്രമായതുകൊണ്ട് റഷ്യയുടെ കയ്യിൽ നിന്ന് MiG-29 വിമാനവും സുഖോയ് 24 വിമാനങ്ങളും ഒക്കെ ഇറാൻ കൈവശപ്പെടുത്തിയിട്ടുണ്ട്. പഴയ ചങ്ങാത്തത്തിന്റെ കഥയാണ് ഈ പറയുന്നത്. അല്ല, ഈ അമേരിക്കയുടെ കാര്യമാണ് പറയുന്നത്. ഈ റഷ്യയുമായിട്ട് ഇപ്പോഴും സൗഹൃദത്തിലാണ്. അല്ല, US ഇറാനുമുള്ള പഴയ ചങ്ങാത്തത്തിന്റെ കഥയും കൂടെയാണ്. അതെ അതെ അതെ. അപ്പൊ ഈ പറയുന്ന യുദ്ധവിമാനങ്ങളൊക്കെ 70 അന്തക്കാലത്ത് കൊടുത്തതാണ്. അപ്പൊ ഇപ്പൊ പതിറ്റാണ്ടുകൾ കഴിഞ്ഞു. അതിലെത്ര എണ്ണം ഇപ്പൊ ഓപ്പറേഷണൽ കപ്പാസിറ്റി ഉണ്ടെന്നറിയില്ല. അപ്പൊ എന്തുകൊണ്ട് ഈ വിമാനങ്ങളൊക്കെ ചുമന്ന് പാകിസ്ഥാനിലേക്ക് കൊണ്ടു? കുറേയൊക്കെ തകർത്ത് കേട്ടോ. ഈ യുദ്ധം നടന്ന സമയത്ത് ഇസ്രയേൽ പോയി ബോംബിട്ട് കുറെ വ്യോമതാവളങ്ങളിൽ ഇറാന്റെ വിമാനങ്ങൾ തകർത്തു. അവശേഷിക്കുന്നതൊക്കെ പാകിസ്ഥാനിലേക്ക് കൊണ്ടുവന്നെങ്കിൽ അതിന്റെ കാരണം പാകിസ്ഥാനും വാസ്തവത്തിൽ ഇത്തരം കാര്യങ്ങളിൽ അമേരിക്കയുടെ വിമാനങ്ങൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു രാജ്യമാണ്. അതെ, അമേരിക്ക മറ്റേ F-16 എന്നും പറഞ്ഞൊരു വിമാനമുണ്ട്. അത് നമ്മുടെ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക കയറിയായിരുന്നല്ലോ. അതെ, ആ സമയത്ത് ഉപകാര സ്മരണ എന്ന രീതിയിൽ കൊടുത്ത സാധനമാണ് F-16. അന്നത്തെ കാലത്ത് അമേരിക്കയുടെ ടോപ്പ് സാധനമായിരുന്നു. ഇപ്പോഴും ഇന്ത്യയെ സംബന്ധിച്ച് അതൊരു ഭീഷണിയും കൂടിയാണ്. അപ്പൊ അത്രയ്ക്ക് എലിജിബിൾ ആയിട്ടുള്ളൊരു വിമാനമാണ് അവരുടെ ഇരിക്കുന്നത്. അപ്പൊ അത്തരം വിമാനങ്ങൾ ഉപയോഗിച്ച് പരിചയമുള്ള രാഷ്ട്രമെന്ന നിലയിൽ പാകിസ്ഥാന് ഇറാനെ ഒരു പരിധിയിലപ്പുറം സഹായിക്കാൻ പറ്റും. ഈ വിമാനങ്ങളുടെ മെയിൻ്റനൻസ്, സ്പെയർ പാർട്സുകൾ, ഇതൊക്കെ പാകിസ്ഥാന് ലഭ്യമാക്കാൻ പറ്റും. അപ്പൊ ഇതുകൂടി കണക്കാക്കിക്കൊണ്ടാണ് ഈ ഇറാന്റെ വിമാനങ്ങളെല്ലാം ഇങ്ങോട്ട് വന്നത്. ഇനി ഒരു സർപ്രൈസിങ് ഫാക്ട് കൂടിയുണ്ട്. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ ഏർപ്പാടല്ല. അതായത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉണ്ടായ സമയത്ത്, ഒരു പക്ഷേ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്തും ഉണ്ടായിരിക്കാം, പാകിസ്ഥാനും ഇതേ പരിപാടി ചെയ്തിരുന്നു എന്ന് പറയപ്പെടുന്നു. തിരികെ. കാര്യം പാകിസ്ഥാന്റെ കൈവശമുള്ള വിമാനങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളത് ഒരു പ്രശ്നമാണല്ലോ. തീർച്ചയായിട്ടും ആ സമയത്ത് പാകിസ്ഥാന്റെ വിമാനങ്ങൾ ഇറാനിലും കൊണ്ടുപോയിട്ടതായിട്ട് സൂചനകളുണ്ട്. അവിടെ കൊണ്ടുപോയി. അപ്പൊ ഈ തരത്തിൽ പ്രേമ നമ്മൾ തുടങ്ങിയിടത്തേക്ക് തന്നെ പോവാം. അതായത് നമ്മൾ ഈ വിഷയം സംസാരിച്ചു തുടങ്ങിയത് ഇത്തരത്തിൽ മധ്യസ്ഥ ശ്രമം ശരിക്കും യഥാർത്ഥത്തിൽ എന്താണ് പാകിസ്ഥാൻ എന്നുള്ള കള്ളി വെളിച്ചത്താവുകയല്ലേ? അല്ല, അതുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് സംസാരം. അതായത് ഇതിലിപ്പോ വന്നേക്കുന്നത് പാകിസ്ഥാൻ അടപടലം ചമ്മി. ഇപ്പോ ട്രംപ് ചൈനയിലേക്ക് പോയിട്ടുണ്ട്. അതെ, ചൈനയിലേക്ക് സന്ദർശനം പൂർത്തിയാക്കി. ഇവിടെ ഒരു പക്ഷേ ഇനിയുള്ള മധ്യസ്ഥ നീക്കമെല്ലാം ചൈനയുടെ കാർമ്മികത്വത്തിൽ നടക്കാനാണ് സാധ്യത. മാത്രമല്ല, ഇന്ത്യ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലും പോയിട്ടുണ്ട്, നരേന്ദ്രമോദിയും പോയിട്ടുണ്ട്. അപ്പം രണ്ടു വശവുമുള്ള ചർച്ചകൾ നടന്നുകൂടല്ല. ചുരുക്കി പറഞ്ഞ ഇത്രേ ഉള്ളൂ. ഈ പാകിസ്ഥാനെ സംബന്ധിച്ച് പുറം ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഒരു പ്രതീതി ഉണ്ടല്ലോ, ആ രാഷ്ട്രം എന്താണ്? അപഹസിക്കപ്പെടുകയാണ്. ആ രാഷ്ട്രം എന്താണ്? ആ രാഷ്ട്രത്തിന്റെ ചരിത്രം എന്താണ്? അവര് പല കാര്യങ്ങളിലും എടുത്തിരിക്കുന്ന നിലപാട് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഒരു മണ്ണിനും പുണ്ണാക്കിനും കൊള്ളില്ല എന്നുള്ള. ആ ഒരു എന്താ പറയാ, പ്രതിച്ഛായ ഒന്ന് മാറ്റി സമാധാനത്തിന്റെ മാടപ്രാവുകളാണ് ഈ യുദ്ധം എന്ന് പറയുന്നത്. പല ലോകരാജ്യങ്ങളും ദുരിതം അനുഭവിക്കുന്ന ഒരു യുദ്ധം. ആ യുദ്ധത്തിന് പരിഹാരം ഉണ്ടാക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചു എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ആരായി? ലോകരാഷ്ട്രങ്ങൾ. അതാണിപ്പോ ദേ കിടക്കുന്നത്. മോളിനെ താഴെ വീണു അല്ലേ? യെസ്.